ഹലോ എവറി വൺ, വെൽക്കം ടു ന്യൂ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഗ്രാമർ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ശരിയായ സ്പെല്ലിംഗ്. ഒരുപാട് വർഷത്തെ അധ്യാപന പരിചയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പല വിദ്യാർത്ഥികളും, അത് സ്കൂൾ വിദ്യാർത്ഥികളായാലും കോളേജ് വിദ്യാർത്ഥികളായാലും പ്രൊഫഷണൽസ് ആയാലും ജോലി കിട്ടിയിട്ട് ബ്രിഡ്ജ് കോഴ്സിനൊക്കെ വരുന്നവരായാലും അവർ തെറ്റിക്കുന്ന ഒരു വാക്കാണ് ഗ്രാമർ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ്. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ന വാക്കിൻ്റെ ശരിയായ സ്പെല്ലിംഗ് ഞാൻ ആദ്യം പറയാം. GRAMMAR എന്നതാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ന വാക്കിൻ്റെ ശരിയായ സ്പെല്ലിംഗ്. ഓക്കെ, ഇനി പല വിദ്യാർത്ഥികളും തെറ്റിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അവർ എഴുതുന്നത് ചിലപ്പോൾ ഈ വിധമായിരിക്കാം: GRAMMER. അത് തെറ്റാണ്. പിന്നെ ചില വിദ്യാർത്ഥികൾ എഴുതാറുണ്ട് GRAMAR. അതും തെറ്റാണ്. ചില വിദ്യാർത്ഥികൾ എഴുതാറുണ്ട് GRAMER. ഈ വിധത്തിലൊക്കെ എഴുതാറുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറയാനുള്ള ഒരു പ്രത്യേക കാരണം, ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ക്ലാസ്സിൻ്റെ പേര് അതാ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്. ഓക്കെ, ഉദാഹരണത്തിന് ആ കുട്ടി പുസ്തകത്തിൻ്റെ മുകളിൽ തന്നെ എഴുതുകയാണ് ഗ്രാമർ ക്ലാസ്. ഓക്കെ, അവർ കുറച്ച് വലിപ്പത്തിൽ എഴുതുകയാണല്ലോ ഗ്രാമർ എന്ന രീതിയിൽ. ഓക്കെ, സോ ആദ്യം തന്നെ എല്ലാവരും നോട്ട് ചെയ്യുക എന്താണ്, ആ ടൈറ്റിലായിരിക്കും. താഴെ എന്തൊക്കെ എഴുതിയിരിക്കുന്നതിനേക്കാൾ ആദ്യം ടൈറ്റിൽ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ആ ടൈറ്റിൽ തന്നെ തെറ്റിച്ച് എഴുതി കഴിഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ച് നമുക്ക് എന്താണ് തോന്നുക? അപ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, പലപ്പോഴും നമ്മൾ തലവാചകമായിട്ട് എഴുതും. സബ്ജക്റ്റിൻ്റെ പേര് ആയാലും ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക്, അവിടെയൊക്കെ നിങ്ങൾ ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് തെറ്റെഴുതി കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു അധ്യാപകൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഗ്രാമർ എന്ന വളരെ പ്രശസ്തമായ വാക്ക്. ഗ്രാമറിൻ്റെ മലയാളം വ്യാകരണം. ഓക്കെ, ഇനി ഗ്രാമർ ഇംഗ്ലീഷിൽ മാത്രമല്ല, എല്ലാ ഭാഷയിലും ഗ്രാമറുണ്ട്. മലയാളത്തിൽ ഗ്രാമറുണ്ട്, ഹിന്ദിയിൽ ഗ്രാമറുണ്ട്, എല്ലാ ഭാഷയിലും ഗ്രാമറുണ്ട്. ഓക്കെ, ഗ്രാമർ എന്ന് പറഞ്ഞാൽ വ്യാകരണം. ഒരു ഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പ്രയോഗിക്കണം, അതിലെ ഭാഷയിലെ നിയമങ്ങൾ, അതൊക്കെ പഠിക്കുന്നതാണ് ഗ്രാമർ അല്ലെങ്കിൽ വ്യാകരണം. ഓക്കെ, സോ അപ്പോൾ ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗാണ് നമ്മളിന്ന് പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒരു വിദ്യാർത്ഥിയും ഗ്രാമർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് തെറ്റിക്കരുത്. അതിനു വേണ്ടിയാണ് ഇത് പ്രത്യേകം ഞാൻ ഊന്നി പറയുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഒരു ലോകഭാഷയാണ്. നമ്മൾ ഏത് ഭാഷ പഠിക്കുമ്പോഴും ആ ഭാഷയോട് ഒരു ആദരവോടുകൂടി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഓരോ വ്യക്തിക്കും അവരുടെ മാതൃഭാഷയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടാകാം. ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ട്. കേരളത്തിലൊരു ഭാഷ, കർണാടകത്തിലൊരു ഭാഷ, തമിഴ്നാട്ടിലൊരു ഭാഷ. ഓക്കെ, ഓരോ ആൾക്കാർക്കും അവരുടെ മാതൃഭാഷയുടെ പ്രത്യേക സ്നേഹമുണ്ടാകും. ഓക്കെ, സോ അപ്പോൾ ഇംഗ്ലീഷ് എന്ന ലോകഭാഷ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഷയുടെ നിയമങ്ങൾ പഠിച്ച് നമ്മൾ എഴുതാൻ ശ്രമിക്കുക, പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഗ്രാമർ എന്ന് പറയുമ്പോൾ ആ തെറ്റ് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എഴുതുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, അവർ എക്സാമിനൊക്കെ പരീക്ഷയിലൊക്കെ എഴുതുമ്പോൾ ഗ്രാമർ എന്ന് എഴുതുമ്പോൾ GRAMMER അല്ല AR എന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഒരുപാട് ക്ലാസ്സിൽ നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു ഓൺലൈനായിട്ട് ഇപ്പോൾ പറയുന്നത്. ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിൽ അപ്പോൾ തന്നെ ക്ലാസ്സിൽ നിന്ന് അത് പരിഹരിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ MA ക്ലാസ്സിൽ തന്നെ ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ ആദ്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈവൻ MA ക്ലാസ്സിൽ വരെ, മീൻസ് ഞാൻ ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ പറയാറുണ്ട്, സാറേ GRAMMER തന്നെയല്ലേ എന്ന് പറഞ്ഞ് വാശി പിടിച്ച വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വർഷവും മുന്നേ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഒരിക്കലും ഗ്രാമർ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ തെറ്റിച്ച് ഉപയോഗിക്കരുത്. ഓക്കെ.
യാ. സോ അപ്പോൾ ആദ്യം ഒന്നും തന്നെ നമ്മൾ അതിന് തലവാചകം സബ്ജക്റ്റിൻ്റെ പേര് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോൾ ENGLISHGRAMMAR ഇതാണ് നിങ്ങളൊരു നോട്ട് പുസ്തകത്തിൻ്റെ തലവാചകമെങ്കിൽ അപ്പോൾ അത് തന്നെ ഭംഗിയിൽ തെറ്റില്ലാതെ എഴുതുക. ഓക്കെ. യാ. പിന്നെ ഈ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് മാത്രമല്ല, നിങ്ങൾ ഓരോ വാക്കിൻ്റെ സ്പെല്ലിങ്ങും പഠിക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇംഗ്ലീഷ് ഭാഷയിൽ ആകെ 26 അക്ഷരങ്ങളേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷയിലൊക്കെ ഒരുപാട് അക്ഷരങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ വളരെ ചുരുക്കം അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ലോകം മുഴുവനും പ്രചാരം നേടാനും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കഴിഞ്ഞത്. ഓക്കെ. താങ്ക് യു.